ഹായ് അസ്സലാമലൈക്കും. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ റാഗിപ്പൊടി വെച്ചിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ജ്യൂസിൻ്റെ റെസിപ്പി ആയിട്ടാണ്. വളരെ രുചികരമായിട്ട് ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഈ ഒരു ജ്യൂസ് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അതിന് മുന്നേ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലേ, പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ ഒരു 1/4 കപ്പ് വെള്ളത്തിൽ 2 ടേബിൾ സ്പൂൺ റാഗിപ്പൊടി എടുത്ത് നല്ലപോലെ ഒന്ന് മിക്സാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിവിടെ മാറ്റി വെക്കാം. ഇത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന പൊടിയാണെങ്കിലും അതുപോലെ തന്നെ വീട്ടിൽ അരച്ചെടുക്കുന്ന പൊടിയാണെങ്കിലും എന്താണെങ്കിലും കുഴപ്പമില്ല. അടുത്തതായി നമുക്ക് ഒരു 1/4 കപ്പ് വെള്ളം തിളപ്പിച്ചെടുക്കണം. നമ്മളൊരു സോസ് പാനിൽ 1/4 കപ്പ് വെള്ളം വെച്ച് ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നാലും നമുക്ക് പെട്ടെന്നായിട്ട് ഇത് തിളച്ച് കിട്ടുള്ളൂ. വെള്ളം നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഈ ടൈമിൽ നമുക്ക് നേരത്തെ മിക്സാക്കി വെച്ചിട്ടുള്ള ആ റാഗിപ്പൊടിയുടെ മിക്സ് ഒന്നും കൂടി ഒരു സ്പൂൺ വെച്ചിട്ട് ഇളക്കി കൊടുക്കുക. അതിൻ്റെ അടിയിലൊക്കെ ഇങ്ങനെ കട്ട പിടിച്ചിട്ടുണ്ടാകും. അത് ഈ വെള്ളത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചു കൊടുത്ത ഉടനെ തന്നെ നമ്മളിത് ഇളക്കി കൊടുക്കണം. അപ്പോൾ നമ്മളിത് തിളച്ച വെള്ളത്തിലേക്കാണല്ലോ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇതൊന്ന് തിക്കായി കിട്ടും. അപ്പോൾ അത് അത്യാവശ്യം തിക്കായി വന്നിട്ടുണ്ട്. ഇനി കുറച്ചും കൂടെ ഒന്ന് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നല്ലപോലെ തിക്കാവേണ്ട ആവശ്യമില്ല, കാരണം ഇത് തണുത്ത് കഴിഞ്ഞാൽ ഒന്നും കൂടെ ഒന്ന് തിക്കായി കിട്ടും. അപ്പോൾ എത്ര മതി. അത് നമ്മളൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അപ്പോൾ നേരത്തെ നമ്മൾ ആക്കി വെച്ചിട്ടുള്ള ആ റാഗിപ്പൊടിയൊക്കെ നല്ലപോലെ ചൂടാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 3 തവി ഒഴിച്ച് കൊടുക്കുക. ഞാനൊരു 2 ഗ്ലാസ് ജ്യൂസിൻ്റെ അളവിനാണ് ഇവിടെ എടുക്കുന്നത്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ബൂസ്റ്റാണ്. ഒരു 2 ടേബിൾ സ്പൂൺ ബൂസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലെങ്കിൽ ഹോർലിക്സ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇനി 5 രൂപയുടെ ബൂസ്റ്റിൻ്റെ പാക്കറ്റാണെങ്കിൽ അത് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഇത് അരച്ചെടുക്കാൻ പാകത്തിനുള്ള പാല് ചേർത്ത് കൊടുക്കുക. ഒരു 1/4 കപ്പ് പാലൊക്കെ ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് നല്ലപോലെ അരച്ചെടുത്തിട്ട് വരിക. അപ്പോൾ അത് നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ബാക്കിയുള്ള പാലും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇത് റാഗിപ്പൊടി വെച്ചിട്ടുള്ള ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവിങ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയൊരു ജ്യൂസാണ്. വളരെ ഹെൽത്തിയാണ്, അതുപോലെ തന്നെ നല്ല രുചിയുള്ളൊരു ജ്യൂസും കൂടെയാണ്. ഇതിലിനി നിങ്ങളുടെ കയ്യിൽ ഫ്രൂട്ട്സ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ചെറുതാക്കി മുറിച്ചിട്ടിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒന്നും കൂടെ ഒന്ന് ഹെൽത്തി ആവും. അതുപോലെ തന്നെ കസ്കസ് ഉണ്ടെങ്കിൽ അതും ഇട്ട് കൊടുക്കാം. നമ്മളിത് തണുത്ത പാലുകൊണ്ടാണ് ഇത് അടിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം തണുപ്പുണ്ട്. ഇനി കൂടുതലായിട്ട് തണുപ്പിച്ചിട്ടാണ് നിങ്ങൾക്ക് കുടിക്കേണ്ടതെങ്കിൽ ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്ക് കുടിക്കാവുന്നതാണ്. തീർച്ചയായും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും. വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ റാഗിപ്പൊടി ജ്യൂസിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.